ഹായ് ഹലോ, ഇന്ന് നമുക്ക് ലോഡർ ഫ്രൈസിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. പുറത്തുനിന്ന് നമുക്ക് നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു ഐറ്റം വീട്ടിലെങ്ങനെ ചെയ്യാമെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത ചിക്കന് ചെറിയ പീസാക്കിയിട്ട് മസാലയൊക്കെ പുരട്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്ത ആ ഓയിലിലേക്ക് തന്നെ നമ്മൾ ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതാ ഒരു ചെറിയ പീസാക്കിയിട്ട് വീണ്ടും കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചീസ് സോസ് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ചീസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കുറുകിയിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ 2 സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വന്നാൽ നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ലോഡഡ് ഫ്രൈസ് നമുക്കൊരു ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചിക്കൻ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് കുറച്ച് മയോനൈസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മുടെ ചീസ് സോസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ലെയറും ഇട്ട് കൊടുക്കുകയാണ്. ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ പീസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മുടെ ചീസ് സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മയോനൈസും ടൊമാറ്റോ സോസും കൂടെ ഇട്ട് കൊടുത്തിട്ട് അവസാനമായിട്ട് ഇതിന് മുകളിൽ നമ്മൾ കുറച്ച് ഒറിഗാനോയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ലോഡർ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് പുറത്ത് പോയൊന്നും വലിയ വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ.